ദയവ് ചെയ്ത് ജനം ചാനൽ നട്ടാൽ കുരുക്കാത്ത കള്ളം പറയരുത്. ഈ മലം ചാനൽ മലർന്നു കിടന്ന് തൂപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദു കുടുംബത്തെ മതപരിവർത്തനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പത്തനംതിട്ട ഏലോഹിയം വർഷിപ്പ് സെന്ററിലെ പാസ്റ്റർ വിനു വാഴമുട്ടം അദ്ദേഹം ഓട്ടിച്ചിട്ട് ഹിന്ദുക്കളെ മതം മാറ്റുന്നു, മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഈ ചില ദിവസങ്ങളായി വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ മതം മാറ്റുന്നു എന്ന് പറയുന്ന മണ്ടന്മാർ ഒരു സത്യം മനസ്സിലാക്കണം. ഈ വീഡിയോ ക്ലിപ്പിൽ കാണുന്ന സ്ഥലം ആദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇതൊരു വീടല്ല, ഒരു ഓഫീസല്ല, ഇതൊരു ആരാധനാലയമാണ്. ഇവിടെ നിൽക്കുന്നത് വിശ്വാസികളും. മതം മാറ്റത്തിന് വിധേയനായി എന്ന് പറയുന്ന ഈ വ്യക്തി വിനു വാഴമുട്ടം പാസ്റ്റർ ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് പോയിട്ട്, നീ ക്രിസ്ത്യാനിയായാൽ നിനക്ക് വീട് വെച്ച് കാറ് വാങ്ങിത്തരാന്ന് പറഞ്ഞ് അങ്ങോട്ട് വീട്ടിൽ പോയി മതപരിവർത്തനം നടത്തി പിടിച്ചോണ്ട് വരികയല്ല. ഒരു കല്യാണം കഴിച്ചതിന്റെ പേരിലോ, ഒരാളെ പ്രേമിച്ചതിന്റെ പേരിലോ, ഒരാളെ നിർബന്ധിപ്പിച്ച് അള്ളാഹു അക്ബർന്നോ ജയ് ശ്രീറാമെന്നോ വിളിപ്പിച്ചത് കൊണ്ടൊന്നും ഈ പറയുന്ന വിശ്വാസം ഉള്ളിലുണ്ടാവത്തില്ല. ഒരു മതവിശ്വാസി എന്ന് പറയുന്നത് അവന്റെ വിശ്വാസം ഇവിടെ ഉണ്ടാവേണ്ട സാധനമാണ്. അല്ലാണ്ട് അവൻ പേടിച്ച് പറയുന്നതോ അവനെ പേടിപ്പിച്ച് പറയുന്നതോ അല്ല മതം എന്നതും മതവിശ്വാസം എന്നതും. കണ്ടോ, ഈ ആലയത്തിന്റെ അകത്ത് ഈ പൊതുജനം ആരാധിക്കാൻ വന്നപ്പോ അതിന്റെ കൂട്ടത്തിൽ ഒരാൾ ഈ ഹിന്ദു കുടുംബം കയറി വന്നതാണ്. ഒരു പള്ളിക്കകത്ത് കയറി വന്ന് ആരാധിക്കുന്ന ജനത്തിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കുമ്പം, അല്ലെങ്കിൽ ഒരു പള്ളിക്കകത്ത് കയറി വന്നിരിക്കുമ്പം അവിടെ നിൽക്കുന്ന പാസ്റ്റർ പറയുന്ന വാക്കുകൾ അതെങ്ങനെ മതപരിവർത്തനമാകും? അങ്ങോട്ട് പോയി അയാളുടെ വീട്ടിൽ പോയി പിടിച്ചു വലിച്ചുകൊണ്ട് വരികയല്ല. ഈ പാസ്റ്റർ നിൽക്കുന്ന ഇടത്താണ് അവര് വന്ന് കയറുന്നത്, അവര് വന്ന് നിൽക്കുന്നത്, അവരാരാധിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വന്നത്. പിന്നെ വിനു വാഴമുട്ടം പാസ്റ്റർ ഒളിച്ചും ബാത്തുമൊന്നും അല്ല സംസാരിക്കുന്നത്. ആ നടക്കുന്ന ലൈവ് വീഡിയോ ആണ്, അതിനകത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് പേര് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. അതിനകത്ത് ഒരിക്കൽ പോലും നിങ്ങൾ ഹിന്ദു സമുദായം വിട്ട് ക്രിസ്ത്യാനിയായിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല. നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നിന്നെ തട്ടിക്കളയുമെന്നും പറയുന്നില്ല. ഇനി അവർ ഈ പള്ളിക്കകത്ത് വരണമെങ്കിൽ അവരായിരുന്ന ഇടങ്ങളിൽ, അല്ലെങ്കിൽ അവരെവിടേക്കോ ഓടിയിട്ട് വിടുതൽ ഒരു അത്ഭുതം നടക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങോട്ട് പള്ളിയിലോട്ട് കയറി വന്നേ. അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിരിക്കുന്ന മനുഷ്യൻ എന്തിനു പള്ളിയിലോട്ട് കയറി വരണം? പിന്നെ യഥാർത്ഥ മതം മാറ്റൽ എന്തെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. യഥാർത്ഥ മതം മാറ്റൽ കാണണമെങ്കിൽ കണ്ടു നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാകും ഒറിജിനൽ മതം മാറ്റം ഏതെന്ന്. ഇതിനെതിരെ ഒരു മാധ്യമങ്ങളും സംസാരിക്കാറില്ല. ഇന്ന് ഈ ഒരു പാസ്റ്ററിനെ ഇങ്ങനെ പിച്ച് ചീന്തുന്ന, മതം മാറ്റി എന്ന പേരിൽ പിച്ച് ചീന്തി സംസാരിക്കുന്ന ഈ മാധ്യമങ്ങൾ ഒരാൾ പോലും ഇങ്ങനെ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കാൻ ഇതുവരെ നിന്നിട്ടില്ല. നിങ്ങൾ കണ്ടു നോക്ക്, ഒറിജിനൽ मदम माटल എന്ന് പറയുന്നത് ഇതാണ്. सगळ्या तालुक्यामध्ये जो कोणी कट्टर हिंदू मुसलमानाची पोरगी पळून ना आणि तिचं लग्न झाल्यानंतर हिंदू धर्मात घेऊन लग्न करून तिला एक मुलगा झाल्यानंतर മതമാണ് വിഷയമെങ്കിൽ മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഹിന്ദുവാക്കുവാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJPയുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. അത് പരസ്യമായിട്ട് കേട്ടോ. വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തൂക്കിയെടുത്ത് അകത്തിട്ടനെ. പക്ഷെ ഈ കാവി കോണാൻ ചുറ്റിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എന്ത് തന്തയില്ലായ്മയും പറയാമല്ലോ. കുഴപ്പമില്ല, അതൊക്കെ അവിടെ ഇരിക്കും. നിങ്ങൾ ഓരോരുത്തരും ഇത് കാണണം. എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടും നല്ല കമന്റ് ഇട്ടിട്ടും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം. ഓക്കെ, മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഹിന്ദുവാക്കുവാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെ. ഹിന്ദു പെൺകുട്ടിനെ കല്യാണം ഒന്നും കഴിച്ചു തരണ്ട, ഒരു കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്, അതൊക്കെ തന്നെ ധാരാളം. ആവശ്യത്തിനുള്ള സുഖമെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. എനിക്ക് നിങ്ങൾ ഒന്നും ചെയ്തു തരണ്ട, ഈ 1 ലക്ഷം രൂപയും തരണ്ട. ഞാൻ ഹിന്ദുവാക്കാൻ തയ്യാറാണ്. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാ പുരാണങ്ങളെല്ലാം പഠിച്ച് നല്ല വിശ്വാസമുള്ള ഒരു ഹിന്ദുവാക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഈ ഹിന്ദുവാക്കാന്ന് പറഞ്ഞാൽ പോരാ. ഹിന്ദുവിലെ ഏത് ജാതിയിലോട്ടാണ് നിങ്ങൾ എടുക്കുന്നത് എന്നൊന്ന് പറയണം. അതോ ഇനി വേറൊരു മതത്തിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി പ്രത്യേക ജാതി വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അതാ ഹിന്ദു എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒറ്റ ഒരാളാണോ എന്നൊക്കെ എനിക്കൊന്ന് അറിയണം. കാരണം ഇന്നലെ ബീഹാറില് സ്കൂളിലെ മൺകൂജയിൽ നിന്നിട്ട് വെള്ളം കുടിച്ച താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ചെറിയ കുട്ടീനെ ഉയർന്ന ജാതിയിൽപ്പെട്ട സാറ് തല്ലി. നിനക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഒന്നും വേണ്ട, ഒരു നാരങ്ങ പറിച്ചതിന് പറമ്പിൽ കയറിയതിന് തല്ലി. എന്തിനേറെ പറയുന്നു, അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല,
ഒരുത്തൻ നടന്നു വരുമ്പോൾ അവന്റെ മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല, കുതിരപ്പുറത്ത് കയറാൻ പറ്റത്തില്ല, എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളുടെ ഏറ്റവും ഉന്നത കൊലയിലേക്ക് എന്നെ എടുക്കാവുന്നുണ്ടെങ്കിൽ എന്റെ കൊലയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എല്ലാം ദൈവങ്ങളല്ലേ, അതും എന്റെ കുഴപ്പമില്ല, അത് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പെന്തക്കോസ്തിലെ ആൾക്കാരെ ഇവിടെയും നല്ല പല സ്ഥലങ്ങളിലും കായികപരമായിട്ട് ആൾക്കാർ നേരിടാറുണ്ട്. അതിവിടെയാണെങ്കിൽ തന്നെ നമ്മളൊരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിച്ചോടിക്കും, കണ്ട അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപാടാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് ആ പാസ്റ്റർ ആ വീഡിയോയിൽ പറഞ്ഞത്. കാരണം പെന്തക്കോസുകാരെ ഇങ്ങോട്ട് തല്ലിയാൽ തിരിച്ചെല്ലാം ഞങ്ങൾക്കും അറിയാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്ത് ടൂൾസ് ഉപയോഗിക്കുന്നു അതേ ടൂൾസ് ഉപയോഗിച്ച് തിരിച്ചു ഒരുപക്ഷെങ്കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും തന്നെ പറ്റും. പക്ഷെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തു ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. കാരണം ക്രിസ്തുവിന്റെ മാർഗം അതല്ല, സഹനത്തിന്റെ മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗം. തല്ലുന്നവനെ തിരിച്ചെല്ലാം പഠിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് ആ പഠിപ്പിക്കലുകൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടും അതിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതും കൊണ്ടാണ് പെന്തക്കോസ്തുകാര് വളരെയധികം മർദ്ദനങ്ങളും പീഡനങ്ങളും നേരിട്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്നത്. ഇവിടെയൊക്കെ നടക്കുന്നത്, ഇവിടെയൊന്നും അങ്ങനെ നടക്കുന്നില്ല. വടക്കേന്ത്യയിലൊക്കെ അതിക്രൂരമായ പീഡനങ്ങളാണ് നടക്കുന്നത്. പെന്തക്കോസ്ത് വിശ്വാസികളായതിന്റെ പേരിൽ കുടിവെള്ളം പോലും നിഷേധിക്കുന്ന ഗ്രാമങ്ങൾ വടക്കേന്ത്യയിലുണ്ട്. അത്രമധികം പീഡനങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത് ഇതിന്റെ വളർച്ചയെ എപ്പോഴും മുമ്പോട്ട് നയിക്കുന്നത് ക്രിസ്തുവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ മാർഗം ഒരിക്കലും വെട്ടും കുത്തും അടി തട കായികപരമായിട്ട് നേരിടൽ ഇതൊന്നുമല്ല. വേണമെങ്കിൽ ഞങ്ങൾക്ക് അതാവാം, പക്ഷെങ്കിൽ ഒരിക്കലും ഞങ്ങൾ അത് ചെയ്യില്ല. കാരണം ഞങ്ങൾ അതിനെയൊക്കെ വെച്ച് അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തീർച്ചയായിട്ടും സഹനത്തിന്റെ മാർഗത്തിലൂടെ പോകുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ അസഭ്യ വാക്കുകൾ ചൊരിയുമ്പോഴും നിങ്ങൾ ഞങ്ങളെ കായികപരമായിട്ട് നേരിടുവാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ ഞങ്ങളെ സംയമനം പാലിക്കുന്നത് ആ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ ഓർത്തുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ തന്നെ പ്രതികരിക്കുവാൻ കഴിയുന്ന ശേഷിയുള്ള മനുഷ്യർ തന്നെയാണ് ഞങ്ങളും എന്നാണ് ആ പാസ്റ്റർ ആ പ്രസംഗത്തിലൂടെ ഉദ്ധരിച്ചത്. അത് വെല്ലുവിളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലരെടുത്ത് പോസ്റ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതാണ് അതിന്റെ യഥാർത്ഥമായ അടിസ്ഥാനപരമായ കാര്യം. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയ വാർത്ത കാണാനിടയെ തീർന്നു. ജനം ചാനൽ പുറത്തുവിട്ട വാർത്തയാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്: പാസ്റ്റർ പ്രിൻസ് എന്ന ഒരാൾ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി. ഇയാളുടെ അനുയായിയായിട്ടുള്ള ഒരു പാസ്റ്ററാണ്. അയാളുടെ ആ സ്ഥാപനത്തിൽ തന്നെ ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ഒരു പാസ്റ്ററാണ് ഈ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി. അയാൾക്കെതിരെയാണ് ഇപ്പോൾ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ പ്രാർത്ഥനയ്ക്കെത്തിയതാണ് ഈ വീട്ടമ്മ. തുടർന്ന് ഇയാൾ വീട്ടിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിപ്പിച്ചു തരാം, അതിന് വീട്ടിലെത്തി പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞാണ് വീട്ടമ്മയെ സമീപിച്ചത്. സ്നേഹിതരെ, ഞങ്ങൾക്ക് എലോഹിമിൽ പ്രിൻസ് എന്നൊരു പാസ്റ്റർ ഇല്ല. ഇന്നുവരെ ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്ന ഇത്രയും കാലത്തിനിടയ്ക്ക് പ്രിൻസ് എന്ന് പേര് പറയപ്പെടുന്ന ഒരു കർത്തൃദാസനും ഒരു പാസ്റ്ററും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നില്ല. ദയവ് ചെയ്ത് ജനം ചാനൽ നട്ടാൽ കുരുക്കാത്ത കള്ളം പറയരുത്. ഏതെങ്കിലും നിലയിൽ ഞാനുമായി എന്തെങ്കിലും കാര്യങ്ങൾ ബന്ധിപ്പിക്കാൻ എന്തിനാണ് ജനം ചാനലെ നിങ്ങൾ ഈ കടഞ്ഞു പരിശ്രമിക്കുന്നത്? നിങ്ങൾ സത്യം പറയൂ, നിങ്ങൾ അതപ്പതിക്കരുത്. ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊണ്ടുവരും. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പാസ്റ്റർ പ്രിൻസ് എന്നൊരാൾ ഞങ്ങളുടെ കൂടെ ഇല്ല. ആരോപണ വിധേയരായ ഒരാളെ ഞങ്ങൾ, കേസുകളിൽ പ്രതികളായ ആളുകളെ ഞങ്ങൾ പാസ്റ്റർമാരെ എടുക്കാറില്ല. നിങ്ങൾ കൃത്യമായി ഓർക്കുക. ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ അങ്ങനെ ഒരു ദൈവദാസൻ ഇല്ല എന്ന് ഏറെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.